ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ. സോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് +2ൻ്റെ റീവാലുവേഷൻ റിസൾട്ട് ഈ വർഷത്തെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാം ആൻഡ് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് നിങ്ങൾ അടച്ച എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ ആൻഡ് എങ്ങനെയാണ് ഈ റീവാലുവേഷൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം തുടങ്ങിയ എല്ലാം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ റീവാലുവേഷനൊക്കെ അപ്ലൈ ചെയ്ത മറ്റ് വിദ്യാർത്ഥികളിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ്ലി നമുക്കിത് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം DHSC കേരള എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് കുറേ വെബ്സൈറ്റിൻ്റെ ലിങ്ക്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. സോ അതിൽ നിന്നും ഏറ്റവും പൊക്കത്തൊരു DSSC കേരള എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ടാവും. സോ അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും 2024 +2ൻ്റെ റീവാലുവേഷൻ റിസൾട്ട് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ടാവും. സോ ആ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് അവിടെ 3 PDF ആയിട്ടായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തേത് നോട്ട് ചേഞ്ചിൻ്റെ PDF ഉണ്ടാവും, പിന്നെ മോർ ദാൻ 10% PDF ഉണ്ടാവും, പിന്നെ ഓൾ PDF ഉണ്ടാവും. സോ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഓൾ PDF ആണ്. സോ എന്നാലും നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ മാർക്ക്. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ചെക്ക് ചെയ്യാൻ നേരത്ത് അവിടെ നോ ചേഞ്ച് എന്നാണ് കാണിക്കുക എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പറിന് പഴയ മാർക്ക് തന്നെ ആയിരിക്കും. അതായത് നിങ്ങൾ കൊടുത്ത സമയത്തുള്ള മാർക്ക് തന്നെ ആയിരിക്കും, അതിൽ മാർക്ക് കൂടിയിട്ട് ഉണ്ടാവില്ല. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് എന്ന് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് എത്ര മാർക്കാണ് നിങ്ങളുടെ അവിടെ ചേഞ്ച് ആയിട്ടുള്ളതെന്ന്. ആൻഡ് ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി 10% മാർക്കിൻ്റെ ലിസ്റ്റിലും കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും സ്കൂൾ കോഡും നോക്കി നിങ്ങൾക്ക് അവിടെ നോക്കാവുന്നതാണ്. ഇപ്പോൾ 10% ലിസ്റ്റിൻ്റെ അകത്ത് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അടച്ച എമൗണ്ടായ 500 rupees നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. സോ ഇൻ കേസ് ഇപ്പം നിങ്ങൾക്ക് 10% അബവ് മാർക്കിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു. 10% അബവ് PDF-ൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% അബവ് മാർക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റീഫണ്ടിന് നിങ്ങൾ അർഹതയുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. സോ നിങ്ങൾ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പലിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. സോ സാർ നിങ്ങൾ അടച്ച എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. ആൻഡ് ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ റീവാലുവേഷൻ്റെ മാർക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ മാർക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഇല്ല. സോ നിങ്ങൾക്ക് ഈ PDF ആയിട്ട് വേണം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ഇപ്പോൾ നിങ്ങളുടെ മാർക്കിൻ്റെ നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇനി വരുന്ന നിങ്ങൾക്ക് വല്ല ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അതായത് നിങ്ങൾ പഠിക്കുന്ന ഇനി ഒരു കോളേജിലാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളവിടെ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മാർക്കൊക്കെ ചേഞ്ച് വരുത്തിയേക്കാം. പക്ഷെ നിങ്ങൾ കോളേജിൽ അഡ്മിഷന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റീവാലുവേഷൻ്റെ സ്ലിപ്പ് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ്റെ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇനി ഈ റീവാലുവേഷൻ്റെ മാർക്ക് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് നിങ്ങളിപ്പോൾ വല്ല അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ ചേർക്കാവുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആൻഡ് ഇപ്പോൾ നിങ്ങൾ കോളേജിലൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അഡ്മിഷന് ഒരു ഡേറ്റ് ഉണ്ടാവും. സോ ആ ഡേറ്റിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഈ റീവാലുവേഷന് കിട്ടിയ മാർക്കും കൂടി നിങ്ങളവിടെ കാണിക്കേണ്ടതായിരിക്കും. ആൻഡ് ഈ റീവാലുവേഷന് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ലിസ്റ്റ് കിട്ടുന്നതായിരിക്കില്ല. സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇനി വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്.